എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്ക് ക്ലിക്ക് ചെയ്യണേ, ക്ലിക്ക് ചെയ്യണേ. നമ്മളെല്ലാ വീഡിയോയുടെ മുന്നിൽ ഇത് നമ്മൾ പറയണം. ഇത് പറഞ്ഞിട്ട് വേണം നമുക്ക് വീഡിയോ ഇടാൻ. അപ്പോഴേ നിങ്ങളുടെ അടുത്ത് എല്ലാവർക്കും അത് ഒരു സ്നേഹം വരും. എനിക്ക് സ്നേഹിക്കണ്ടായി. നിങ്ങൾ ഇന്നലെ ഒരു വീഡിയോ കണ്ടാന്നേ, ആര് ഒരു നാട്ടിലൊരു കല്യാണം മുടക്കി ഒരുത്തൻ. അങ്ങനെ അവന്മാര് ഒരാളെ വിട്ട് ചോദിപ്പിച്ച് വീഡിയോ അടക്കം എടുത്ത് യൂട്യൂബിൽ ഇട്ട് അവനെ പിടിച്ച് മുഖം അടിച്ച് പൊട്ടിച്ച് കളഞ്ഞു. ആ ലെവലിൽ കൊടുക്കണോ വേണ്ടേ? അങ്ങനത്തെ പോക്കത്തരം ചെയ്താൽ എന്തിനു കൊള്ളാം? കല്യാണം മുടക്കണ പോക്കത്തരം പരമചറ്റം തന്നെ. നമുക്ക് യൂട്യൂബിൽ വരുമാനം വരണമെന്ന് ആരാ കള്ളം പറഞ്ഞില്ലേ? എല്ലാരും പറയണ്ട, ഒരാളെന്ന് മാത്രം പണ്ട സർവത്ര പേരും. ആ കള്ളമാണെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായാൽ എന്തരാ? ഞാനിതൊന്നും ആരെവിടെയും വിട്ടു. ഇന്നും പറഞ്ഞു 5-6 പേര്, ഇന്നും പറഞ്ഞ 5-6 പേര് സത്യത്തിൽ ഉള്ളതാണ് ഞാൻ പറയുന്നത്. ഞാനിത് ആരെവിടെയും മിണ്ടൂല്ല. അങ്ങനെ തിന്നണമെങ്കിൽ അവസരം തിന്നാം. 2 പേരെ പേര് പറഞ്ഞാണ് ഞാൻ നേരത്തെ. എന്തിന് എനിക്ക് അല്ല, നിലനിർത്തി ചോദിക്കാൻ, കാണിച്ചു കൊടുക്കാൻ കിട്ടണില്ലെന്ന്. വാട്ട് മിനിമം 1000 സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ മാത്രമേ പൈസ കിട്ടൂ. 4000 മണിക്കൂർ വാച്ചിങ് ടൈം വേണം, എങ്കിലേ പൈസ കിട്ടുള്ളൂ. അല്ലാതെ പൈസ കിട്ടൂല. കിട്ടിയെങ്കിൽ തിന്നി. എനിക്ക് അതിന്റെ സങ്കടം. കിട്ടിയാൽ നിങ്ങൾക്ക് തരും, ഉറപ്പായിട്ടും തരും. അറിയാലോ, അതിലൊരു സംശയമില്ല. ഏത് കിട്ടി? ഇതിന്ന് പൈസ കിട്ടാനുള്ള ഒന്നും ആയില്ല. ഒന്നും ആയില്ല. ഇനി ഇനി മുതൽ നമ്മളെ യൂട്യൂബ് ചാനൽ അടിപൊളിയാക്കണം. ഇനി മുതൽ നമ്മളെ ചീത്ത വിളിയൊന്നും അല്ലെങ്കിലും ഇല്ല. അറിയാലോ, നമ്മളതിന് വിളിക്കോ? നമ്മളെ ചീത്ത വിളിക്കൂലല്ലോ അതിന്. അതൊക്കെ ചുമ്മാ, ഇത് ആൾക്കാർ ചുമ്മാ പറഞ്ഞു. നമ്മള് ചീത്ത വിളിക്കോ? ഇതിന് വിളിക്കോ? ഇല്ലേ, നമ്മളെ വിളിക്കില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇവര് ചുമ്മാ പറയണ നമ്മള് ചീത്ത വിളിക്കുമെന്ന്. ഒരു അനക്കമില്ല, ആളും അനക്കമില്ലാത്ത വീടാണ് ഇത്. എപ്പോഴും കിടന്ന് അനങ്ങണാന്തേരി അടിപൊളി അക്രമം. നമുക്കിന്ന് 4 മണിയാകുമ്പോ താഴത്തെ കടയിൽ ചായ കുടിക്കാൻ പോവാം. നമ്മൾ കൊറേ ദിവസമായില്ലേ പോയിട്ട്, ചുമ്മാ പോവാന്ന്. 4-4:30 ആകുമ്പോ പോവാം. മുറുക്കാനും വാങ്ങിച്ച് ചായയും കുടിച്ചിട്ട് വരാം. ഇവിടെ നിങ്ങൾക്ക് എവിടെയാണോ പോയി, പിന്നെ അപ്പുറത്ത് സ്വന്തം കടയുണ്ടോ? അപ്പൊ അവിടെ പോയി ചായയും കുടിച്ച് മുറുക്കാനും വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ, 4 മണിക്ക് റെഡിയായി നിൽക്കോ? ഉറപ്പ് തന്നെ? ഓക്കെ, പോയിട്ട് വരാം. എല്ലാ ജോലിയുണ്ടെങ്കിൽ പോയില്ല, കാത്തു നിൽക്കണ്ട. ഇവിടുത്തെ ചായക്കും ചുറ്റും കൊടുക്കാതെ നിനക്ക് വല്ല പണിയുണ്ടെങ്കിൽ മക്കളും. പണി ഇല്ലാത്ത കൊണ്ടല്ലേ, ഇതല്ലേ എന്റെ പണി. ശരി, എന്നാ പോയിട്ട് വരാം. പോയി ചോറ് കഴിക്കും. ഞാൻ കഴിക്കാം.